നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസറും അൽ ഇത്തിഹാദും തമ്മിൽ അല്ലവാൽ പാർക്കിൽ നടന്ന മത്സരത്തിൽ പൊട്ടിയിരിക്കുന്നു അൽ നസർ. സ്വന്തം നാട്ടിലും പൊട്ടി. ഇത്തവണത്തെ കിരീടവിനെ അൽ നസറിനില്ല എന്നുള്ളത് ഉറപ്പാകുന്ന മത്സരമാണ്. 3-2 അൽ ഇത്തിഹാദ് വിജയിച്ചത്. കരീം ബെൻസിമയും എൻഗോളോ കാണ്ടയും ഒസാമ അവാറുമാണ് അവരുടെ ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് സാദിയോ മാനയും യഹിയയുമാണ് അൽ നസറിൻ്റെ ഗോളുകൾ നേടിയത്. സംഗതി 2 ഗോളിൻ്റെ ലീഡുമായിട്ട് മികച്ച രൂപത്തിൽ പോയ അൽ നസറാണ്. പക്ഷേ പിന്നീട് കളി കൈവിടുന്ന കാഴ്ച. നല്ല അവസരങ്ങൾ CR7 ലഭിച്ചു, പക്ഷേ അദ്ദേഹത്തിന് പിഴക്കുന്ന കാഴ്ചയും ഈ കളിയിൽ നമ്മൾ കണ്ടു. കളിയുടെ അവസാനത്തിലോ പൊരിഞ്ഞതല്ല്, കൂട്ടത്തല്ല്. അങ്ങനെ അടിച്ചാണ് 2 ടീമും പിരിയുന്നത് അവസാനം. ഏതായാലും അവസാന നിമിഷത്തിലെ ഗോളിന് അൽ ഇത്തിഹാദ് വിജയിച്ചുകൊണ്ട് 30 കളികളിൽ നിന്ന് 71 പോയിന്റുമായിട്ട് പ്രോ ലീഗിൽ കിരീടത്തോട് അവരെ അടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 30 കളികളിൽ നിന്ന് 65 പോയിന്റാണ്. അൽ ഹിലാലിനുള്ളത്. അവർ രണ്ടാമതാണ്. അൽ അഹ്ലി സൗദി 61 പോയിന്റുമായിട്ട് മൂന്നാമത്. അൽ നസർ ആവട്ടെ 4-ാം സ്ഥാനത്താണ്. 60 പോയിന്റാണ് 30 കളികളിൽ നിന്ന് അവർക്കുള്ളൂ. മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഒപ്പം ഒറ്റാവിയോ, സാദിയോ മാനെ, ഐമൻ യഹിയ എന്നിവരൊക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് കരീം ബെൻസീമയും ഹൊസം അവാറും ഡിയാബിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അൽ ഇത്തിഹാദിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ സാദിയോ മാനയിലൂടെ അൽ നസർ മുന്നിലെത്തിയതാണ്. 37-ാമത്തെ മിനിറ്റിൽ ഐമൻ യഹിയയുടെ ഗോളും വന്നു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായി 2 ഗോളിന് മുന്നിലുമായിരുന്നു. എന്നിട്ടും പക്ഷേ പിന്നീട് അൽ ഇത്തിഹാദ് തിരികെ വരുന്ന കാഴ്ച. കരീം ബെൻസിമ 49-ാമത്തെ മിനിറ്റിൽ ടീമിനെ 1 ഗോൾ മടക്കി കൊടുത്തു. പിന്നാലെ 52-ാമത്തെ മിനിറ്റിൽ എൻഗോളോ കാണ്ടയുടെ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം 2-2 സമനില. അവസരങ്ങൾ ഇരുഭാഗത്തേക്കും ഉണ്ടാവുന്നു, പക്ഷേ ഗോൾ അടിക്കാൻ CR7 അൽ നസറിന് കഴിയാതെ പോകുന്നു. അവസാന ഘട്ടത്തിലാണ് ഒസാമ അവാറുടെ ഗോൾ വരുന്നത്. അതോടുകൂടി അൽ ഇത്തിഹാദ് വിജയിച്ച് കയറുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.